അരിക്കൊമ്പനെ മാറ്റിയതുകൊണ്ട് മാത്രം ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ ജനങ്ങളുടെ സ്വൈര്യജീവിതം സാധ്യമാകില്ലെന്ന് KPCC സെക്രട്ടറി MN ഗോപി. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 43 പേരുടെ ജീവനുകളാണ് ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇന്ന് മരിച്ച തൊഴിലാളി സ്ത്രീ. മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഗവൺമെന്റ് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും MN ഗോപി വ്യക്തമാക്കി. ശാന്തൻപാറയിൽ പന്നിയാർ എസ്റ്റേറ്റിൽ ഒരു സ്ത്രീ കൂടി കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ 44ാമത്തെ ആളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ആ പ്രദേശത്ത് മരണപ്പെടുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകണം. ആളുകളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ സമീപനം വനം വകുപ്പും സർക്കാരും വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. ആളുകൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത, തൊഴിലാളികൾക്ക് തോട്ടത്തിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് പ്രദേശത്തുള്ളത്. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ മാത്രം നാട് കടത്തിയത് കൊണ്ടോ ഒന്നും ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നില്ല. ഈ ശാന്തൻപാറ പോലെയുള്ള ചിന്നക്കനാൽ മേഖലയിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇനിയും ഒരു കാട്ടാന ആക്രമണത്തിലൂടെ ആളുകൾ മരിക്കാതിരിക്കാനുള്ള, വന്യജീവി ആക്രമണത്തിലൂടെ മരിക്കാതിരിക്കാനുള്ള സത്വരമായ നടപടികൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നും അടിയന്തരമായിട്ട് തന്നെ ഉണ്ടാകണം. ഒട്ടനവധി ആളുകൾ മരണപ്പെടുമ്പോഴും ഈ വിഷയം ഗവൺമെൻറ് ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ജനങ്ങളെ ഇങ്ങനെ ജീവൻ പന്താടുന്ന ഈ സമീപനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം. അതിന് വേണ്ടതായ ശാസ്ത്രീയപരമായ ഇടപെടലുകൾ, വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയപരമായ ഇടപെടലുകളാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്.